നെക്സ്റ്റ് മന്ത് ഓണായില്ലേ, നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ വേണ്ടി ഇറങ്ങിയതാണ്. ആദ്യം തന്നെ പോയത് പരാഗിലേക്കായിരുന്നു. തൃശ്ശൂർ ഞാൻ പോയിട്ടുണ്ടെങ്കിലും എറണാകുളത്തെ പരാഗിൽ ആദ്യമായിട്ടാട്ടോ പോണേ. അടിപൊളി കളക്ഷനായിരുന്നു. ഈ യെല്ലോ എനിക്ക് നല്ല ഇഷ്ടമായി. ഈ മെറ്റീരിയൽ ഒട്ടും സെറ്റായിട്ടാണെങ്കിലും 3ആയിട്ടാണ് ഇത് കട്ട് ചെയ്ത് നമ്മൾ വാങ്ങിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ടോപ്പിനെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാനായിട്ട് പറ്റും. അതെനിക്കൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നി. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് കൺഫ്യൂഷൻ ആകുമായിരുന്നു. CAD മുസേല ബിന്ദു പണിക്കറെ പോലെ അവിടെ ഫുൾ ഓടി നടക്കുമായിരുന്നു. ഏതാ വേണ്ടതെന്ന്. ഷോളിൻ്റെ ഒന്നും പറയാനില്ല, അത്ര അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. റണ്ണിങ് മെറ്റീരിയൽ പൊതുവേ രാധാകൃഷ്ണനാണ് ഞങ്ങൾ എടുക്കാറുള്ളത്. പക്ഷേ ഇത്തവണ പതിവ് തെറ്റിച്ചു. പരാഗിൽ നിന്നാണ് നമ്മളെടുത്തത്. ഒരുപാട് വെറൈറ്റീസ് സാധനങ്ങളുണ്ടായിരുന്നു. ഈ ഡ്രസ്സിൻ്റെ സൈഡിലൊക്കെ വെക്കുന്ന, പിന്നെ ഒരുപാട് കുഞ്ചൻസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ലെഹങ്ക സെറ്റിൻ്റെയൊക്കെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ അത്ര വെറൈറ്റി സാധനങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മേത്ത ബസാറിലേക്കാണ്. ചെറുപ്പത്തിൽ അമ്മയും അച്ഛനൊക്കെ ഓണത്തിന് ഇതുപോലെ നമ്മളെ ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മളാണ് അവരെ കൊണ്ടുപോകണം. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു പ്രത്യേക സുഖമാണ്. എന്തെങ്കിലും ഇഷ്ടമായി അമ്മ എടുത്തോ, ഞാൻ കൊടുത്തോളാം അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ വേറൊരു ഫീലായിരുന്നു. അങ്ങനെ നമ്മൾ എറണാകുളം മുഴുവൻ അരിച്ച് പെറുക്കി എന്നൊക്കെ, ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ പെറുക്കി വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പം കാണാൻ ഭയങ്കര രസം. അച്ഛന് റെഡിമെയ്ഡ് ഷർട്ട് എടുക്കാൻ ഞങ്ങൾ രാധാകൃഷ്ണനിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഈ മംഗലസൂത്ര കുറച്ചായിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള റേറ്റാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത് ആ മേത്ത ബസാറിൽ കണ്ടൊരു ഷോപ്പാണ്. ഹോൾസെയിലും റീറ്റെയിലും അവിടെ അവൈലബിൾ ആണ്. ഹോൾസെയിലാണെങ്കിൽ മിനിമം 5000 സ്റ്റാർട്ടിങ് വരുന്നത്. ഒരുപാട് മാലകളുണ്ടായിരുന്നു. നെക്ലസുകളാണെങ്കിൽ കല്ല് വെച്ചിട്ടുള്ള സ്റ്റോണിൻ്റെയൊക്കെ, വൈറ്റ് സ്റ്റോണാണ് കൂടുതലുണ്ടായിരുന്നത്. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. റോസ് ഗോൾഡും ഗോൾഡ് കവറിങ്ങൊക്കെ ആയിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ കണ്ട ഗോൾഡാണെന്നേ പറയുള്ളൂ, അത്ര അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു. ക്ലൈമറ്റും വലിയ അലമ്പില്ലായിരുന്നു. ഇടയ്ക്ക് മഴ പെയ്ത് മാറിയ കൊണ്ടുതന്നെ ചൂടുണ്ടായിരുന്നില്ല. എന്നാൽ മഴ പെയ്ത് നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.